ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിൽ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് HMT ജംഗ്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഡുവാൽസ് എല്ലാവർക്കും അറിയുന്നതാണ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. അവിടേക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് കുസാറ്റിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും. വെറും 5.3 കിലോമീറ്റർ ആണ് കുസാറ്റിലേക്ക് വരുന്നത്. കുസാറ്റ് മെട്രോ സ്റ്റേഷൻ ആണ് നമുക്ക് ഏറ്റവും അടുത്ത് വരുന്നത്. അവിടേക്ക് വെറും 7.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് പോകേണ്ടവർക്ക് ഈസിയാണ്. വെറും 8 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി. ഇടപ്പള്ളി ഭാഗത്തേക്ക് 12 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും ആണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം 40ഓളം വില്ലകൾ വരുന്ന വലിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. നമുക്ക് കാണുന്ന ഈ ഒരു മെയിൻ കാർ പോർച്ചിൽ ഒരു വാഹനമാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാണുന്ന സ്പേസും യൂസ് ചെയ്യാവുന്നതാണ്. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആ ഒരു വർക്ക് കൂടിയാണ് നമുക്ക് പെയിന്റിംഗ് ആയിട്ടുള്ളത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് അവിടെ എല്ലാം തന്നെ കിട്ടുന്നത്. മെറ്റൽ ഷിപ്പാണ് ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കുസാറ്റിനോടൊക്കെ വളരെ അടുത്ത് കളമശ്ശേരി ഭാഗത്ത് വീടുകൾ വരുന്നത് വളരെ കുറവാണ്. അതും ഭാവിയിൽ നമുക്ക് സെക്യൂരിറ്റിയോട് കൂടിയ ഒരു വില്ല പ്രൊജക്ട് ആയിട്ട് വരാനുള്ള ഒരു പ്രൊജക്ട് തന്നെയാണിത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബുക്കിംഗ് വീഡിയോ കണ്ടു തീർന്നാൽ ഉടനെ തന്നെ വിളിച്ച് ഉറപ്പാക്കുക. ഇതിനകത്ത് പറയുന്ന ഈ ഒരു ബഡ്ജറ്റ് അല്ലാതെ കുറഞ്ഞ ബഡ്ജറ്റുള്ള വീടുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വീടിന്റെ ബാക്ക് സൈഡിലൂടെ പോയി നമ്മളിപ്പോൾ സൈഡിലൂടെയാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മെറ്റൽ ഷിപ്പുകളൊക്കെ തന്നെയാണ് ഇവിടെയും തിരിച്ചിരിക്കുന്നത്. വീടിനകത്തെ ഗേറ്റ് കടന്ന് കയറി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് ഇവിടെയാണ്. കിണർ നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗമാണ് കിണറിനായിട്ട് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പില്ലർ നോക്കിയാൽ ഭംഗിയുള്ള ഡിസൈനും കളർഫുൾ പെയിന്റിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്നോ രണ്ടോ ചെയർ ഇടാനുള്ള ഒരു ചെറിയ സ്പേസ് ആണ് കിട്ടുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറിൽ കാണുന്നതാണ്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കിയാൽ ആഞ്ഞിലി മഹാഗണിയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഗ്രേ ഡിസൈൻ ഒക്കെ വരുന്ന ഭംഗിയുള്ള ഒരു ടൈലാണ്. പെട്ടെന്ന് അഴുക്കൊക്കെ പറ്റി കഴിഞ്ഞാൽ അറിയാത്ത രീതിയിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോറിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് വലിയ വിൻഡോസ് 4 വരുന്നത്. മുകളിൽ ചെറുതായിട്ട് തുറക്കാനും വലിയ വിൻഡോസും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പുറത്തേക്കുള്ള കട്ടില വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വുഡ് കൊണ്ട് ഭംഗിയായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 4 വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടുമാണ്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോർ തുറക്കുമ്പോൾ നേരെ കാണാൻ പറ്റുന്നത് TV യൂണിറ്റ് ആണ്. TV വെക്കാനുള്ള മെയിൻ പോർഷൻ മാത്രം ബ്ലാക്ക് കളർ ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് അതിനിടയിലൊക്കെ ചെറിയ LED ബൾബുകളും ടിവിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ LED സ്ട്രിപ്പും ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ 2 വിൻഡോസ് താഴെ കണ്ടു. നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് നിങ്ങൾക്ക് വേറെ വലിയ 4 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. മെയിൻ റൂഫിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു എൻഡ് ആണ് കാണാൻ പറ്റുന്നത്. അവിടെ നിന്ന് വളരെ ഭംഗിയായിട്ടുള്ള വലിയ ഷാൻലിയർ ആണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾ TV യൂണിറ്റിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ആ ഒരു ഫ്ലോർ, ആ ഒരു വോള് മുകളിലേക്ക് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ട് യെല്ലോ കളറുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ബ്ലാക്ക് ലൈൻസും ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീടുകൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവർ ഒട്ടും തന്നെ മടിക്കേണ്ട. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക.
ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗങ്ങളിൽ റൂഫ് കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം PVC പാനലിംഗ് ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ആ ഒരു എൻട്രൻസും കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഓപ്പൺ ഷെൽഫുകൾ പോലെ ചെയ്തിട്ട് അതിനിടയിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് വുഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ട് ചെയ്തിട്ട് അതിനുള്ളിലെല്ലാം ഭംഗിയുള്ള ആ ഒരു ഗ്ലാസ് ആണ്, ടഫിന്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഇപ്പൊ തൽക്കാലം ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് കവർ ചെയ്തെടുക്കാതെ നല്ലൊരു സ്പേസ് നമുക്ക് ഇതിന്റെ താഴെ കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 8 പേരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കിട്ടുന്നത്. വിൻഡോസ് ഇവിടെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് ഇരിക്കുന്ന ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്കും താഴേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള ടെക്സ്റ്റൈൽ വർക്ക് ചെയ്തിട്ട് അതിനിടയിലുള്ള ബ്ലാക്ക് ലൈൻസ് കൊടുത്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഡൈനിങ് ഏരിയയിൽ നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ ഒരു വാഷ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ ഇരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള വാഷ് ബേസിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിരിക്കുന്നത് നോക്കിയാൽ കാണാം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് കൊടുത്തിട്ട് അവിടെ നമുക്കൊരു വലിയ മിററും മുകളിൽ 3 ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയെല്ലാം നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സൈഡിലൊക്കെ നോക്കിയാലും കാണാം ഒരുപാട് ഷെൽഫുകൾ, ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഇന്റർണൽ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഹാളിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ തൊട്ടടുത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെറിയൊരു പവർ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ ബൾബുകൾ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. എൻട്രൻസിൽ തന്നെ ഭംഗിയായിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മുകളിൽ കാണുന്ന വുഡൻ പോർഷൻസിലെല്ലാം തന്നെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഷെൽഫ് പോലൊരു ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ആ ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചന്റെ ഒരു ഓപ്പൺ കിച്ചന്റെ എൻട്രൻസ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും താഴെയൊക്കെ നമുക്ക് പാനലിംഗ് വർക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് 3-4 പേർക്ക് നിൽക്കാവുന്ന സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ ആണ് വരുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പ്യൂർ ഫ്ലെയിംസിന്റെ ഒരു ചിമ്മിണി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ നമുക്ക് 2 വിൻഡോസും കൂടാതെ ഓപ്പോസിറ്റ് സൈഡിൽ 2 വിൻഡോസും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്രേ ഷെയ്ഡും കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ആ ഒരു സ്ലാബും തളവിനടുത്തായിട്ട് തന്നെയാണ് സിങ്കും പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് 2 കാണാൻ പറ്റുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ചെറിയ ഡിസൈനിൽ വരുന്ന പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഒരു ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയയുടെ ഫ്ലോർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിൽക്കുമ്പോൾ ഇവിടെയായിരുന്നു ലിവിങ്. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇത് ഡൈനിങ് ഏരിയ ആണ്. ഞാൻ നിൽക്കുന്ന സ്പേസിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് നമുക്ക് 2 ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂം തന്നെ ആദ്യം കണ്ടു നോക്കാം. ഇതുപോലൊരു ഡിസൈൻ ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12-11.5 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് നിറയെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്ത് 4 വിൻഡോസും ആ വോളില് 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഒരു വലിയ മിറർ വെച്ചിട്ട് അതിന് താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ട് നമുക്ക് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയുള്ള ഗ്രേ കളറിൽ നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടാണ് മൾട്ടിവുഡിൽ അത് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഭംഗിയായിട്ടുള്ള വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂം ടൈലുകളെല്ലാം ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഡിസൈൻ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജെറേഡയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറുകളെല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ ബെഡ്റൂം ആണ്. 14-10.5 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന ഈ വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വിൻഡോയുടെ അടുത്തായിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള വാർഡ്രോബ് വരുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്താണ്. നേരത്തെ കണ്ട ബെഡ്റൂമിലെ തന്നെ സെയിം മോഡൽ തന്നെയാണ് ഇവിടെയും വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിന്റെ ഒരു പോർഷനിൽ വന്നിട്ട് പാനലിംഗ് വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയയിൽ വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്.
ഫിറ്റിംഗ്സ് എല്ലായിടത്തും സെറയുടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് വോളിൽ ഇട്ടിരിക്കുന്നത്. ഫ്ലോറിൽ നല്ല ഗ്രിപ്പോട് കൂടിയ ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. കടന്നു വന്ന വഴി ഒരു വോൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഡൈനിങ് ഹാളിന്റെ ഒരു വോളിന്റെ കണ്ടിന്യൂഷൻ ആണ് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് ഭംഗിയായിട്ട് നമ്മളെ കാണുന്നത്. അവിടെ നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. കടന്ന് നേരെ വന്ന് നമ്മൾ നിൽക്കുന്നത് വലിയൊരു ഹാളിലാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. TV ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു വോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. മെയിൻ ആയിട്ട് ഈ ഒരു ഹാളിൽ നമുക്ക് നിൽക്കുമ്പോൾ ഇവിടെ ആയിട്ടൊരു റീഡിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാനായിട്ടോ റീഡിംഗ് പർപ്പസിനൊക്കെ നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാം. നിറയെ കബോർഡുകളായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. ആദ്യത്തെ ഡോർ വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. യൂട്ടിലിറ്റി എന്ന് പറയാമെങ്കിൽ നമുക്കൊരു റൂം ആയിട്ട് തന്നെ ഇത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ വന്നാലൊന്നും നമുക്ക് ഈ ഒരു റൂം വെച്ചിട്ട് കൂടി മാനേജ് ചെയ്യാവുന്നതാണ്. സേഫ് ആയിട്ടുള്ള ഡോറുകളും വിൻഡോകളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ വന്നിട്ട് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഗ്രേ കളറിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ, വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഡോർ വന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ ഒരു പോർഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ട് ഗ്രില്ലൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. GA പൈപ്പ് കൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് നമുക്ക് നടന്നു ചെല്ലുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇവിടെ ടോട്ടൽ ഒരു 4 BHK ഹൗസ് ആണ്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് വന്നിട്ട് 14-11 ഫീറ്റ് ആണ് വരുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട സെയിം വാർഡ്രോബ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടിയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നേരത്തെ കണ്ട ആ സെയിം ടൈലുകൾ തന്നെയാണ് ഗ്രേ ഷെയ്ഡ് ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. 3 ബാത്റൂമുകൾ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് ഇനി കാണാൻ പോകുന്നത്. ഇതും അത്യാവശ്യം വലിയ സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 13-12 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. മെയിൻ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ബാൽക്കണി ഇവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ 2 സൈഡിലും വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് വെച്ച് കവർ ചെയ്തിട്ടാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നത്. നല്ല ഓപ്പൺ സ്പേസ് ഉള്ള ഏരിയ ആണ്. നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നിൽക്കുമ്പോൾ കാറ്റും വെളിച്ചവും ഒക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇൻഫോ പാർക്ക് കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, വെറും 7 കിലോമീറ്റർ മാത്രമാണ് ഇൻഫോ പാർക്കിലേക്ക് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് സ്റ്റാഫിനൊക്കെ എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ തന്നെയാണ് ഈ ഒരു വില്ല പ്രൊജക്ട്. ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും എല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്കിനി ഫൈനലി ബാൽക്കണിയാണ് കാണാനുള്ളത്. ബാൽക്കണി ആ ഒരു ഭാഗത്തായിട്ടാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ നമ്മുടെ ലിവിംഗ് സ്പേസിന്റെ മുകൾ വശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇട്ടിരിക്കുന്ന ഷാൻലിയർ കുറച്ചും കൂടെ അടുത്ത് നമുക്ക് വിസിബിൾ ആണ്. ചുറ്റിനും നിറയെ വിൻഡോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് മോഡലിലാണ് ഈ ഒരു ഷാൻലിയർ ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ആ ഒരു ഡോർ വരുന്നത്. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബോർഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഗ്ലാസ് ഇട്ട് റൗണ്ട് ഷേപ്പിൽ ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഒരു വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് നിങ്ങൾ കണ്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയാണ്. നമുക്ക് കളമശ്ശേരി എല്ലാ ഭാഗത്തേക്കും പോകാൻ ഈസി ആയ സ്ഥലത്താണ്. ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും ഇടപ്പള്ളിക്ക് 12ഉം എയർപോർട്ടിലേക്ക് 17ഉം ആണ്. HMT ജംഗ്ഷനിലേക്ക് വെറും 6 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് നുവാൽസ് എല്ലാവർക്കും അറിയാം, അവിടേക്ക് വെറും 1.5 കിലോമീറ്റർ. കുസാറ്റ് മെട്രോ സ്റ്റേഷൻ ആണെങ്കിൽ 7.5. കുസാറ്റിലേക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വെറും 5.3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.25 സെന്റിലാണ്. 4.25 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2100 സ്ക്വയർ ഫീറ്റ് ആണ്. 2100 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
4 BHK ഹൗസ് ആണ്. അതായത് നമുക്ക് 2 ബാത്റൂമുകളിൽ തന്നെ നല്ല രീതിയിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ്. നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നിങ്ങൾ കണ്ടതാണ്, കിണറുണ്ട്. അതുകൂടാതെ KW ആണ് നമുക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 93 ലക്ഷം രൂപയാണ്. നമുക്ക് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കാനും തീർച്ചയായിട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 93 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരാനായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഒട്ടും ലേറ്റ് ആക്കണ്ട, സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.